ഉള്ളത് ബേപ്പൂരാണ്. ബേപ്പൂർ ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇനി വരുന്നത് ബേപ്പൂർ ഫെസ്റ്റ് കാഴ്ചകളും വിസിറ്റും, ബേപ്പൂരിലെ കാഴ്ചകളും വിസിറ്റും. ജനുവരി 4, 5 തീയതികളിലായിട്ടാണ് ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് നടന്നത്. ഞങ്ങളിവിടെ 5-ാം തീയതി വൈകുന്നേരമാണ് വന്നത്. ഇതുണ്ടോ നമ്മുടെ ബേപ്പൂരിൻ്റെ പ്രത്യേകത ഉണ്ടോ, നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറും കുഞ്ഞാടും അങ്ങനെ ഒരുപാട് ചിത്രങ്ങളിവിടെ വരച്ചിട്ടുണ്ട്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാടാണ്. നല്ല ജനങ്ങളാണ്. കോഴിക്കോട് ജില്ലയുടെ പല സ്ഥലത്തുനിന്നും മാത്രമല്ല അയൽ ജില്ലകളിൽ നിന്ന് പോലും ഇവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. 2 ജങ്കാറുകളാണ് ഇവിടുന്ന് ചാലിയത്തേക്ക് സർവീസ് നടത്തുന്നത്. നാവികസേനയും കോസ്റ്റ് ഗാർഡും ഇവിടുത്തെ പ്രാദേശിക ജനങ്ങളും രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും അങ്ങനെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നടത്തുന്ന ഒരു വാട്ടർ ഫെസ്റ്റാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. അതാണിപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെ. അതുപോലെ ഫുഡ് ഫെസ്റ്റിനുള്ള സ്ഥലമുണ്ട്. എല്ലാം ഞങ്ങൾക്ക് വിശദമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. മനോഹരമായ കാഴ്ചകളാണ്, അത്ഭുതം നിറഞ്ഞ വണ്ടർഫുൾ കാഴ്ചകൾ. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിലോട്ട് എത്തിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടോളൂ. ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. ജനങ്ങളുടെ എന്താ പറയുക, മണൽത്തരി പോലും താഴോട്ട് വീഴാത്തത്ര ജനങ്ങളാണ് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകളാണ്. ഇതൊക്കെ നമുക്ക് ജീവിതത്തിൽ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാരണം അത്രയ്ക്ക് നല്ല മനോഹരമായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. കടലിലും ആകാശത്തും കരയിലും എല്ലായിടത്തും ആഘോഷം മാത്രം. അതാണ് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ്. കണ്ടു നോക്കാം. ഇവിടെ 2-3 വർഷമായിട്ട് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് നടത്തുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ വർഷമാണ് വരാൻ ഭാഗ്യം ലഭിച്ചത്. ഇത് കുറച്ച് മുമ്പ് നടത്താൻ തീരുമാനിച്ചതായിരുന്നു. പിന്നെ സാങ്കേതിക കാരണങ്ങൾ നീണ്ടു പോയിട്ട് ഇപ്പോൾ ജനുവരി 4, 5 തീയതികളിലായിട്ടാണ് നടത്തുന്നത്. ഇന്ന് സമാപന ദിവസം കൂടിയാണ്. സമുദ്ര നിരീക്ഷണത്തിലും തിരച്ചിലിലും രക്ഷാപ്രവർത്തനങ്ങളിലും മലിനീകരണ നിയന്ത്രണ പ്രവർത്തനങ്ങളിലും തനതായ ശേഷികൾ കൊണ്ട് പ്രശസ്തമാണ് ഈ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോർണിയറുകൾ. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ ഓയിൽ പോലുള്ള പ്രശ്നങ്ങളിൽ മലിനീകരണ നിയന്ത്രണത്തിനും ഉപയോഗിക്കുന്നു. നമ്മൾ കാണുന്നത് ഡോർണിയർ CG-771 വിമാനത്തിന്റെ തത്സമയ ഡിസ്റ്റൻസ് പ്രകടനം. അതിന്റെ കൃത്യതയും ചലനക്ഷമതയും നമ്മൾക്ക് കാണിച്ചു തരികയാണ്. പരിശീലനം സിദ്ധിച്ച പൈലറ്റുമാരുടെയും ടെക്നീഷ്യന്മാരുടെയും. ഇത് കോസ്റ്റ് ഗാർഡിൻ്റെ വിമാനമാണ്. ഏകദേശം 500 മീറ്റർ ഉയരത്തിലാണിത് പറക്കുന്നത്. ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത ഒരു പ്രത്യേകതരം വിമാനം. ദൂരെ ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. 100 രൂപയായിട്ടാണ് അതിൽ കയറാൻ തോന്നുന്നു. അവിടേക്ക് ഭയങ്കര തിരക്കായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഇവിടെ നമ്മുടെ സ്റ്റേജ് ഉണ്ട്. ഇത് വൈകുന്നേരങ്ങളിൽ, അതായത് ഇന്ന് വൈകുന്നേരം വിനീത് ശ്രീനിവാസിൻ്റെ ഗാനമേള നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെയും ഉണ്ടായിരുന്നു ഗാനമേള. അതാ നമ്മുടെ വിമാനം പോയിട്ടില്ല കേട്ടോ. വീണ്ടും അവിടെ പറക്കൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഉല്ലാസ ബോട്ട് യാത്രകളും നടക്കുന്നുണ്ട്. അതൊക്കെ ഉല്ലാസ ബോട്ടുകളാണ്. നമുക്ക് വേണമെങ്കിൽ യാത്ര നടത്താൻ പറ്റും. നമ്മൾ പിന്നെ ഒരുപാട് ചെയ്തതുകൊണ്ട് നമുക്കതിന് വലിയൊരു പ്രത്യേകത തോന്നിയില്ല. അതുകൊണ്ട് നമ്മളതിൽ യാത്ര ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ സ്പീഡ് ബോട്ടുണ്ട്. അങ്ങനെ കടലിൽ നമുക്ക് ഒരുപാട് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉല്ലസിക്കാൻ പറ്റും. ഇവിടെയാണ് നമ്മുടെ മറ്റൊരു കാഴ്ചകൾ അരങ്ങേറാൻ പോകുന്നത്. പട്ടം പറത്തൽ. ഇത് കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. കണ്ടു നോക്കിക്കോളൂ.
ആകാശത്ത് പറന്നുയരാൻ പോകുന്നത് വിവിധ തരം പട്ടങ്ങളാണ്. ഈ പട്ടങ്ങൾ പറപ്പിക്കുക വെച്ചാൽ നമ്മൾ സാധാരണ പട്ടങ്ങൾ പറപ്പിക്കുന്ന പോലെ അത്ര ഈസിയായ ഒരു കാര്യമല്ല. കുറച്ച് റിസ്ക് പിടിച്ച പണിയാണ് ഈ പട്ടങ്ങൾ പറപ്പിക്കുക എന്നുള്ളത്. അപ്പം നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം. നല്ല പരിപാടിയാണ്. ആ വലിയ പട്ടം പറപ്പിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം. സീസൺ 4ന്റെ ഭാഗമായി ആരംഭിച്ച കുറച്ചു നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ആ പട്ടം ആകാശത്തേക്ക് പറന്നുയർന്നു. ഈ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൽ ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ചൂണ്ടയിടലുണ്ടായിരുന്നു, സർഫിംഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ബോട്ട്, എന്തൊക്കെയോ കുറേ പരിപാടികളുണ്ടായിരുന്നു 2 ദിവസമായിട്ട്. പക്ഷേ നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറേ പരിപാടികളൊക്കെ തീർന്നു പോയി. ഇതാ മറ്റൊരു പട്ടം കേട്ടോ. ഈ പട്ടം പറത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു കാഴ്ച കണ്ടത്. ഇതുണ്ടോ, ഒരു വിമാനം നമ്മുടെ കോഴിക്കോട് കരിപ്പൂരിലോട്ടുള്ള ഒരു വിമാനം പോകുന്നത് കണ്ടതാണ്. എൻ്റെ കൊച്ചു ക്യാമറയിൽ ഞാൻ അത്രയും സൂം ചെയ്തെടുത്തതാണ്. ഇപ്പം ഒരുപാട് പട്ടങ്ങൾ പല നിറത്തിൽ പല ആകൃതിയിൽ ആകാശത്ത് പറന്ന് കിടക്കുകയാണ്. എന്താല്ലേ കാഴ്ച! ഇതൊക്കെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു അനുഭൂതി ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ്. ഇവിടെ കോസ്റ്റ് ഗാർഡിൻ്റെയും നാവികസേനയുടെയും കപ്പലുണ്ട്. അതിൽ നമുക്ക് സൗജന്യമായിട്ട് കയറി കാണാൻ പറ്റും. പക്ഷേ അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾക്കത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ കപ്പലിൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം കേട്ടോ. ഇതാ പാരാച്യൂട്ടിൻ്റെ പ്രകടനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 പാരാച്യൂട്ടുകളാണ് ആകാശത്ത് പറന്ന് നടക്കുന്നത്. വള്ളംകളി മത്സരത്തിനുള്ള വള്ളങ്ങളാണ്. അത് സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലോട്ട് പോകുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2 വള്ളങ്ങളാണ് ഇപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലോട്ട് പോകുന്നത്. ഇന്നലെ ഇവിടെ കയാക്കിംഗ് ഒക്കെ നടന്നു എന്ന് പറയുന്നത് കേട്ടു. അത് നമുക്ക് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ രാത്രിയിൽ ഗാനമേളയും ഉണ്ടായിരുന്നു ഇന്നലെ. ദൂരെ ജങ്കാർ സർവീസും ബോട്ട് സർവീസൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും. അപ്പുറം ചാലിയമാണ്. ചാലിയം മനോഹരമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പിന്നൊരു ദിവസം പോകാം. ഇതാ ഇപ്പോൾ വെള്ളത്തിന് മുകളിൽ ഒരു ലേഡിയുടെ അഭ്യാസ പ്രകടനം, അതും ഒരു 1.5 പരിപാടിയായിരുന്നു. അത് നമുക്ക് കുറച്ച് കണ്ടു നോക്കാം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഒന്ന് ലൈക്ക് അടിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന മറ്റ് ബേപ്പൂർ ഫെസ്റ്റിലെ കാഴ്ചയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.